CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയുടെ പ്രഖ്യാപനവും ഉണ്ടായിരുന്നു അല്പസമയം മുമ്പ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മണ്ഡലം സെക്രട്ടറി സഖാവ് ശശാങ്കൻ, സഖാവ് ബിജു, അതോടൊപ്പം പ്രിയപ്പെട്ട സഖാവ് റസൽ, മുഴുവൻ പേരും ഇവിടെയുണ്ട്. ഇവിടെ കൂടിയ മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് മോക്ഷയിലൂടെ തുടങ്ങാം. വട്ടിയൂർക്കാവിൽ ചരിത്ര ഭൂരിപക്ഷം നേടി സഖാവ് VK പ്രശാന്തിനെ വീണ്ടും കേരള നിയമസഭയിലേക്ക് നമുക്ക് പറഞ്ഞേക്കാം. റോഡ് ഷോ വണ്ടിയിലാ ഉണ്ട്. LDF അതിന്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുകയാണ്. വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയായി പാർട്ടി എന്നെയാണ് നിർദ്ദേശിച്ചത്. ഇന്നു മുതൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് നിരവധിയായിട്ടുള്ള വികസന പരിപാടികളാണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ആകമാനം നടപ്പാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ആ വികസന തുടർച്ചയ്ക്ക് ഒരു വോട്ട് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്നത്. മൂന്നാം ഭരണത്തിന്റെ ഭാഗമായി ജനങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ പദ്ധതികളും ഇവിടെ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും. അതിന് തുടർഭരണത്തിന് ഒരു വോട്ട് എന്നുള്ളത് ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് വട്ടിയൂർക്കാവ് നിയമസഭാ നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഈ റോഡ് ഷോയുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അരിവാൾ ചുറ്റിക നക്ഷത്രമാണ് നമ്മുടെ അടയാളം. ആ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ടിറങ്ങാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഏവർക്കും അഭിവാദ്യങ്ങൾ. ഓരോരുത്തരുടെ പ്രിയമുള്ളവരെ, തുറന്ന വാഹനത്തിൽ നമ്മുടെ ഈ റോഡ് ഷോ ആരംഭിക്കുകയാണ്. നമ്മുടെ വാഹനത്തിൽ ബഹുമാന്യായ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന സഖാവ് അഡ്വക്കേറ്റ് VK പ്രശാന്ത് തുറന്ന ജീപ്പിലേക്ക് കയറേണ്ടതാണ്. അതിന് തൊട്ട് മുമ്പിലായി അനൗൺസ്മെന്റ് വാഹനം, അതിന് പുറകിലായി മുഴുവൻ ഇരുചക്ര വാഹനങ്ങളും അണിനിരക്കുവാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. തുറന്ന ജീപ്പിന് പുറകിലായി മുഴുവൻ ഇരുചക്ര വാഹനങ്ങളും അണിനിരക്കണം. അനൗൺസ്മെന്റ് വണ്ടി ഇതിലേക്ക് പോകേണ്ടതാണ്. വട്ടിയൂർക്കാവിന്റെ ചരിത്രം, വട്ടിയൂർക്കാവിന്റെ വികസനങ്ങൾക്ക് പേര് തെളിയിക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വീണ്ടും തീരുമാനിക്കപ്പെട്ട വട്ടിയൂർക്കാവിന്റെ പ്രിയപ്പെട്ട സാരഥി സഖാവ് അഡ്വക്കേറ്റ് VK പ്രശാന്ത് ഈ നാടിലെ ജനങ്ങളെ കാണുവാൻ, ഈ നാട്ടിലെ ജനങ്ങളോട് വോട്ടഭ്യർത്ഥിക്കുവാൻ ഇതാ AKG സെന്ററിന് മുമ്പിൽ നിന്നും പ്രയാണം ആരംഭിക്കുകയാണ്. കാലം തന്നെ ഏൽപ്പിച്ച, ഇടതുപക്ഷം തന്നെ ഏൽപ്പിച്ച ചരിത്ര ദൗത്യം നിർവഹിക്കുവാൻ ഇടതുപക്ഷത്തിന്റെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന ഈ നാടിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, നാട്യങ്ങളില്ലാത്ത, നടനങ്ങളില്ലാത്ത, ആഡംബരങ്ങളില്ലാത്ത, ആർഭാടമില്ലാത്ത പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളുണ്ടല്ലോ, അതിൽ സിറ്റിംഗ് MLA-മാർ വലിയൊരെണ്ണമുണ്ട്. ഈ സിറ്റിംഗ് MLA-മാരൊക്കെ മികച്ച MLA-മാരായി പെർഫോം ചെയ്തവരാണ്. അവരൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം മണ്ഡലത്തിലില്ല. നമുക്കാണെങ്കിൽ തെരഞ്ഞെടുപ്പിന് ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. നമ്മളൊക്കെ ഒരു ഏപ്രിൽ 20-ൻ്റെ അപ്പുറത്തേക്കൊക്കെ പ്രതീക്ഷിച്ചാണ്. പക്ഷേ ഏപ്രിൽ 9-നാണ് വന്നത്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥികൾ സിറ്റിംഗ് MLA-മാരും മുൻ MLA ഒക്കെ ആയിട്ടുള്ളവരാണ്. അവരൊക്കെ അവിടുത്തെ ചെറിയ കുട്ടി മുതൽ മുതിർന്നവർ വരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചവരാണ്. അപ്പോൾ ആ നിലയിൽ കേരളത്തിലും പൊതുവെ അത് കാണാൻ വേണ്ടി സാധിക്കും. ഈ MLA-മാർ സ്ഥാനാർത്ഥികളായി വരുന്നവർ, അതുപോലെ മികച്ച പെർഫോമൻസ് നടത്തിയ MLA-മാരുടെ മണ്ഡലത്തിൽ അവരുടെ കൂടി പ്രവർത്തനത്തിനുള്ള അംഗീകാരമായി പുതിയ സ്ഥാനാർത്ഥികൾ വന്നതൊക്കെ തന്നെ LDF-ന് ഗുണകരമായി. ഓക്കെ.
സുഹൃത്തുക്കളെ, തുറന്ന വാഹനത്തിന് പുറകിലായി 2 വരിയായി ഇരുചക്ര വാഹനങ്ങൾ എഴുന്നേൽക്കണമെന്ന് അഭ്യർത്ഥിക്കുക. ഈ ആവേശം ഞങ്ങൾ അടുത്ത 23 ദിവസം വട്ടിയൂർക്കാവിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി കെ പ്രശാന്തിന്റെ റോഡ് ഷോ ആരംഭിക്കുകയാണ്. സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച തൊട്ടു പിന്നാലെ AK സെന്ററിന് മുന്നിൽ അദ്ദേഹം തന്നെ ഈ യാത്ര ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. വി കെ പ്രശാന്ത് നമുക്കറിയാം മേയർ ബ്രോയായി തിരുവനന്തപുരം നഗരസഭയിൽ നിറഞ്ഞു നിന്ന പ്രളയകാലത്ത് നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ പിന്നീട് MLA ബ്രോയായി മാറിയ വി കെ പ്രശാന്ത് ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യം കേരള നിയമസഭയിലേക്ക് എത്തുന്നത്. അതിനുശേഷം 2021 പൊതുതെരഞ്ഞെടുപ്പിലും വലിയ ഭൂരിപക്ഷത്തോട് ജയിച്ച് നിയമസഭയിലെത്തുന്നു. ഇത് വീണ്ടും ഇപ്പോൾ വി കെ പ്രശാന്ത് വട്ടിയൂർക്കാവിൽ മത്സരിക്കുക. ഇത്തവണ ശക്തരായ എതിരാളി ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അല്ല, എതിരാളികൾ നേരത്തെ പല മത്സരിച്ചവരാണ്. അവര് മണ്ഡലം ഉപേക്ഷിച്ച് പോയവരുമാണ്. അതുകൊണ്ട് ജനങ്ങൾ ഇത് നന്നായിട്ട് വിലയിരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 6 വർഷം കൊണ്ട് വലിയ മാറ്റം വട്ടിയൂർക്കാവിൽ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കും. അത് കേരളത്തിലാകമാനം നടക്കാൻ വേണ്ടി പോകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തുടർഭരണവും ഞങ്ങൾക്ക് ഉറപ്പാണ്. വലിയ ആരോപണങ്ങളും എതിർപ്പും ഒക്കെ ഈ കാലത്ത് ഉയർന്നു വരുന്നു. വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം അങ്ങയുടെ സ്വപ്ന പദ്ധതിയാണ്. പക്ഷെ അതിലും വലിയ എതിർപ്പുകളൊക്കെ ഉയർന്നു വന്നു. അത് സ്വാഭാവികമാണല്ലോ. ഇലക്ഷൻ ദിവസം വരെ ഇന്ന് ഡിക്ലറേഷൻ വരുമ്പോഴാണ് സമരം നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ആശങ്കയൊന്നുമില്ല. ഞങ്ങള് ശുഭാപ്തി വിശ്വാസത്തിലാണ്. 25,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. അതിന്റെ എത്രത്തോളം പ്രതിഫലിക്കുന്നത്? അല്ല, ത്രികോണമാണെങ്കിലും നേരിട്ടുള്ള മത്സരമായാലും LDF-ന് 60,000-ന് മുകളിൽ വോട്ടുണ്ട്. അത് 75,000-എങ്കിലും ആക്കി മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ടാർഗറ്റ്. ഭൂരിപക്ഷം 20,000 പറഞ്ഞത്? 25,000-ന് മുകളിലാണ്. നേരത്തെ ആദ്യത്തെ വലിയ ഭൂരിപക്ഷമാണ്. വലിയ ആത്മവിശ്വാസം. തീർച്ചയായിട്ടും ഞങ്ങൾ അത്രയുമാണ് പ്രതീക്ഷിക്കുന്നത്. കുറച്ചു ദിവസം കഴിയുമ്പോൾ കൃത്യമായിട്ട് പറയാം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു ഫലമൊക്കെ എങ്ങനെ സ്വാധീനിക്കും? അല്ല, അത് ഞങ്ങളെ സ്ഥാനം മെച്ചപ്പെടുത്തുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് സീറ്റുകൾ നഷ്ടപ്പെട്ടു പോയെങ്കിലും 3ാം സ്ഥാനം എന്നതിൽ നിന്നും മാറി 2nd പൊസിഷനിലേക്ക് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഇത്തവണ അത് 1st പൊസിഷനിലേക്ക് മാറും. നൽകിയ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കാൻ കഴിയുന്ന ആത്മവിശ്വാസം. ഏതാണ്ട് 95% വാഗ്ദാനങ്ങളും പൂർത്തീകരിച്ചു. ഇനി അത് പൂർത്തീകരിക്കുക എന്നത് കൂടിയുണ്ട്. ഇപ്പൊ ലാൻഡ് അക്വിസിഷൻ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചു. ബാക്കിയുള്ളത് കൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിലുള്ള റോഡ് ഷോയാണിത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന ഉടനെ റോഡ് ഷോയാണ്. പക്ഷേ ആ റോഡ് ഷോ തുടക്കത്തിൽ തന്നെ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് വട്ടിയൂർക്കാവിന്റെ MLA വി കെ പ്രശാന്ത്. 25,000-ഓളം വരുന്ന ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന വലിയ ആത്മവിശ്വാസം. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കാൻ കഴിയുമെന്ന ഉറപ്പ്. അതിന്റെ ഭാഗമായുള്ള വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് വട്ടിയൂർക്കാവ് MLA വി കെ പ്രശാന്ത്, വട്ടിയൂർക്കാവ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി കെ പ്രശാന്തിന്റെ റോഡ് ഷോ ആരംഭിക്കുന്ന വലിയ ആവേശത്തോടു കൂടിയാണ് ഈ റോഡ് ഷോ മുന്നോട്ട് പോകുന്നത്. AKG സെന്ററിന് മുന്നിൽ നിന്ന് ആരംഭിക്കുന്ന റോഡ് ഷോ വട്ടിയൂർക്കാവിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ സഞ്ചരിച്ചാകും ഇന്ന് അവസാനിക്കുക. വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾക്കാണ് നീക്കം. വലിയ ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടക്കം വലിയ പ്രവർത്തകരുടെ പങ്കാളിത്തമുണ്ട്. വലിയ ആവേശത്തോടുകൂടി ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി കെ പ്രശാന്തിന്റെ റോഡ് ഷോ ആരംഭിക്കുകയാണ്. നമുക്കറിയാം വട്ടിയൂർക്കാവ് സംസ്ഥാന ശ്രദ്ധ തന്നെ നേടുന്ന ഒരു മണ്ഡലമാണ്. വട്ടിയൂർക്കാവ് ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. BJP-യുടെ ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് വട്ടിയൂർക്കാവ്. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി എന്ന BJP രംഗത്തിറക്കും. പോലീസ് ഉദ്യോഗസ്ഥ കൂടിയായ IPS ഉദ്യോഗസ്ഥ കൂടിയായ RC-യിലേക്കാകും BJP-യുടെ സ്ഥാനാർത്ഥി എന്നാണ് സൂചന. വട്ടിയൂർക്കാവിന്റെ മുൻ MLA കെ മുരളീധരൻ അവിടെ വീണ്ടും മത്സരിക്കാനെത്തുകയാണ്. ഒരു കൃത്യമായ ഒരു വിമർശനം കൂടി, രാഷ്ട്രീയ വിമർശനം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് വി കെ പ്രശാന്ത് തുടങ്ങുന്നത്. വട്ടിയൂർക്കാവിനെ ഉപേക്ഷിച്ചു പോയവർ വീണ്ടും വന്നാലും കാര്യമില്ല. വട്ടിയൂർക്കാവ് തനിക്കൊപ്പം നിൽക്കും, ഇടതുമുന്നണിക്കൊപ്പം നിൽക്കും, ഉറപ്പിച്ചു നിർത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വി കെ പ്രശാന്ത് വലിയ ആത്മവിശ്വാസത്തോടെ, അങ്ങേയറ്റം ആത്മവിശ്വാസത്തോടു കൂടി ഈ റോഡ് ഷോയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. നമുക്കറിയാം വട്ടിയൂർക്കാവ് ഏറ്റവും ശക്തമായ ത്രികോണ പോരാട്ടം സംസ്ഥാനത്ത് നടക്കാൻ പോകുന്ന മണ്ഡലമാണ്. ഏറ്റവും വലിയ ശ്രദ്ധ നേടുന്ന മണ്ഡലമാണ്. അവിടെ ആ പോരാട്ടത്തിന് തീവ്രത എത്രത്തോളം ഉണ്ടാകുമെന്ന വ്യക്തമായ സൂചന നൽകിക്കൊണ്ടാണ് ഇപ്പോൾ വി കെ പ്രശാന്തിന്റെ റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന് മിനിറ്റുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നു. ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഉദ്ഘാടനം ചെയ്യുന്ന സാഹചര്യം. ആ റോഡ് ഷോയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വട്ടിയൂർക്കാവിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൂടെയൊക്കെ ഈ റോഡ് ഷോ കടന്നുപോകും. വി കെ പ്രശാന്ത് വട്ടിയൂർക്കാവിന്റെ MLA ബ്രോയാണ്. ആ MLA വീണ്ടും വിജയിക്കുമെന്ന ഉറപ്പ് തന്നെയാണ്, പ്രതീക്ഷ തന്നെയാണ് CPM കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. ആ ആത്മവിശ്വാസം തന്നെയാണ് വി കെ പ്രശാന്ത് നമ്മോട് പങ്കുവച്ചത്.